വ്യാജ വ്യക്തിത്വങ്ങളുടെ അഡ്രസ്സ് ഞങ്ങൾക്ക് തന്ന് ഇവരെയെല്ലാം വിളിച്ചു വരുത്തി അവിടെ ഇപ്പോൾ റീജിയണൽ ഓഫീസായ BLMൽ വിളിച്ചു വരുത്തി ഈ സുധീറാണ് അവിടെ അപ്രൂവൽ കൊടുത്തിട്ടുള്ളത്. അതിൽ സൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് സുധീറാണ്, KP മനോജ്കുമാർ അല്ല. സുധീറിന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് അവിടുന്ന് ജീവനക്കാർ ഇവിടേക്ക് വന്നിട്ടുള്ളത്. സുധീർ നല്ലൊരു വ്യക്തിയാണെങ്കിൽ ജീവനക്കാർ അവിടെ നിൽക്കില്ലേ? മതിയായിട്ടുള്ള വേതനം അവിടെ കൊടുത്തിട്ടില്ല. നമസ്കാരം, എൻ്റെ പേര് ലക്ഷ്മി മേനോൻ. എൻ്റെ സ്വദേശം തൃശ്ശൂരാണ്. ഞാനടുത്ത് ഒരു വീഡിയോ കാണാനിടയായി. അതിൽ പറയുന്ന ആരോപണത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ BLMൽ DGM ആയി തുടരുന്ന സുധീർ കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറയുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. 2017 സുധീർ പറയുന്നുണ്ട്, സുധീറാണ് 2017 BLM സൊസൈറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ അത് തെറ്റായിട്ടുള്ള വാക്കാണ്. അവിടെ KP മനോജ്കുമാർ, വടകര മനോജ്, വേദവ്യാസൻ ഈ 3 പേരും കൂടിയിട്ടാണ് അവിടെ BLM കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുശേഷം ആണ് ഇപ്പോൾ കോളങ്ങാട്ടുകരയിലുള്ള നമ്മുടെ മനോജ് സാറ് ഈ സുധീർ എന്ന് പറഞ്ഞ വ്യക്തിയെ പോയി കാണുകയും അദ്ദേഹത്തെ കൂടെ കൂട്ടുകയും ചെയ്തിട്ടുള്ളത്. അല്ലാതെ സുധീറിനെ വലിച്ചു കൊണ്ടുവന്നിട്ടുള്ളതല്ല. സുധീറിനെ വലിച്ചു കൊണ്ടുവന്നിട്ടുള്ളതല്ല വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് കൃത്യമായിട്ട് ഈ സൊസൈറ്റീനെ പറഞ്ഞു കൊടുക്കുകയും സൊസൈറ്റി നല്ല രീതിയിൽ പൊന്തിച്ചു കൊണ്ടുവരാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തത് KP മനോജ്കുമാറാണ്. അതേപോലെ തന്നെ BLM സൊസൈറ്റിക്ക് വേറെ ഒരു ശാഖ ഉണ്ടായിരുന്നില്ല. ജനമിത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഈ KP മനോജ്കുമാറാണ് ഈ ജനമിത്ര കൊണ്ടുവന്നത്. അതിൽ കൂടി 21 ശാഖ മനോജ് സാറ് BLM സൊസൈറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. 21 ശാഖകൾ BLM സൊസൈറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഈ സുധീർ പറയുന്നത് സുധീറാണ് കൊണ്ടുവന്നത് BLM, സുധീറാണ് കൊണ്ടുവന്നത് എന്നുള്ളത്? സുധീർ പറയുന്നത് പൊട്ടത്തരം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ല. 2019 ഞാൻ സുധീറിനെ കൂടുതലായി അറിയുന്നത്. സുധീർ എന്ന് പറഞ്ഞ വ്യക്തി ഒരുപാട് അവരുടെ ബന്ധക്കാരും സ്വന്തക്കാരും കൂട്ടുകാരും ഒരുപാട് ആൾക്കാരുടെ ഡാറ്റാസ് നമുക്ക് തന്നുകൊണ്ട് ലോൺ കൊടുക്കണം എന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്. ഞങ്ങൾ 30ഓളം സ്റ്റാഫുകളുണ്ട് അവിടെ. ഈ സ്റ്റാഫുകൾ കൂടി ഇവിടെ ഈ നമ്മുടെ കസ്റ്റമർ ഇവിടെ വരുന്ന സമയത്ത് അപ്രൂവൽ കൊടുക്കും. ഈ അപ്രൂവൽ കൊടുത്തിരുന്നത് ഈ സുധീറാണ്. സുധീർ പറയുന്നുണ്ട് 52 കോടി ഇവിടുന്ന് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് 52 കോടി ഇവിടുന്ന് കൊണ്ടുപോവുക? വ്യാജ വ്യക്തിത്വങ്ങളുടെ അഡ്രസ്സ് ഞങ്ങൾക്ക് തന്ന് ഇവരെയെല്ലാം വിളിച്ചു വരുത്തി അവിടെ ഇപ്പോൾ റീജിയണൽ ഓഫീസായ BLMൽ വിളിച്ചു വരുത്തി ഈ സുധീറാണ് അവിടെ അപ്രൂവൽ കൊടുത്തിട്ടുള്ളത്. അതിൽ സൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് സുധീറാണ്, KP മനോജ്കുമാർ അല്ല. അപ്പൊ എങ്ങനെയാ 52 കോടി കൊണ്ടുപോവുക? ഞങ്ങൾ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്ത് പിരിച്ചെടുത്ത് BLM സൊസൈറ്റിയിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. ആ സൊസൈറ്റിയല്ലേ അതിന് ഉത്തരം പറയേണ്ടത്? ഞങ്ങളാണോ ഉത്തരം പറയേണ്ടത്? KP മനോജ്കുമാറാണോ ഉത്തരം പറയേണ്ടത്? സുധീറാണ് അവിടെ ഇതൊക്കെ അപ്രൂവൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സുധീർ പറയുന്നുണ്ട് ഇവിടുന്ന് നിരവധി ജീവനക്കാരെ വിളിച്ചു കൊണ്ടുപോയി എന്നുള്ളത്. ഒരു സ്ഥാപനത്തിൽ അവിടെ ആ നിരവധി ജീവനക്കാരെ വിളിച്ചു കൊണ്ടുപോകണമെങ്കിൽ ആ വ്യക്തിക്ക്, കൊണ്ടുപോകുന്ന വ്യക്തിക്ക് അതിലെന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും. സുധീറിന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് അവിടുന്ന് ജീവനക്കാർ ഇവിടേക്ക് വന്നിട്ടുള്ളത്. സുധീർ നല്ലൊരു വ്യക്തിയാണെങ്കിൽ ജീവനക്കാർ അവിടെ നിൽക്കില്ലേ? മതിയായിട്ടുള്ള വേതനം അവിടെ കൊടുത്തിട്ടില്ല. ഈ സുധീർ എന്ന് പറഞ്ഞ വ്യക്തി ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, എന്നെ വിളിച്ചു കൊണ്ടുപോവാൻ ശ്രമിച്ചു, മനോജ് സാറ് വിളിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം വരാൻ തയ്യാറായിരുന്നു. അതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. കാരണം എൻ്റെ ഒരു 25 ലക്ഷത്തിൻ്റെ കസ്റ്റമർക്ക് അദ്ദേഹം നമ്മുടെ വോയിസ് ആയിട്ട് ഈ സൊസൈറ്റീനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞ് വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. ലക്ഷ്മി, ഞാൻ NFTC എന്താണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഈ സ്ഥാപനം നമ്മൾ പബ്ലിക്കിന് വേണ്ടിയിട്ട് മെഡിക്കൽ സഹായങ്ങളും എല്ലാം കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെ ഫണ്ടുകൾ മെഡിക്കൽ ഷോപ്പുകൾ, ക്ലിനിക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഓൾ ഇന്ത്യയിൽ പോകുന്നത്. അതുപോലെ പ്രോജക്റ്റുകൾ, ഹൗസിങ് എല്ലാം കൂടി ഉണ്ടാവും. മാത്രമല്ല ഫസ്റ്റ് ഡെപ്പോസിറ്റ് സുധീറിൻ്റെ ആണ് 10 ലക്ഷം രൂപയുടെ ചെക്ക്. പിന്നെ എങ്ങനെയാണ് സുധീർ വരാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുന്നത്? അപ്പോൾ തന്നെ ആ പറയുന്നത് നുണയല്ലേ? ഇതിൽ പറയുന്നത് മുഴുവൻ നുണയാണ്. ഇതിൻ്റെ അടിസ്ഥാനം ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ BLMൻ്റെ ചെയർമാനായ പ്രേംകുമാർ സാർ സുധീറിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം. കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയില്ലെങ്കിൽ അന്ന് ഞങ്ങളുടെ കൂടെ വരാൻ തയ്യാറായി നിന്ന സുധീറിനെ ജനുവരി, അതായത് 2023 കേന്ദ്രീകരിച്ചിട്ടാണ് ഞാനിപ്പോൾ പറയാനത്. 2023 ജനുവരി 4 പ്രേംകുമാർ സാറ് ചെയർമാൻ
നമ്മുടെ BLM സൊസൈറ്റി വന്നു. അന്ന് ഈ സുധീറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ലക്ഷ്മി മുന്നിൽ നിന്നിട്ട് വേണം കാര്യങ്ങൾ സംസാരിക്കാൻ. പ്രേംകുമാർ സാറിൻ്റെ അടുത്ത് ഇയാൾ എന്താ പറയാ, രണ്ടുപേരും കൂടി തമ്മിലടുപ്പിച്ചിട്ട്, നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ, രണ്ടുപേരും കൂടി അടുപ്പിച്ച് ചോര കുടിക്കുന്ന രണ്ടാട്ടുകളെയും കൂടി കൂട്ടടിപ്പിച്ചിട്ട് ചെന്നായ ചോര കുടിക്കുന്ന സ്വഭാവമാണ് ഈ സുധീറിൻ്റെ. കാരണം എന്താ വെച്ചാൽ എന്നെ പോലെയുള്ള ഒരുപാട് ജീവനക്കാർ അവിടെ നല്ലവണ്ണം വർക്ക് ചെയ്ത് അവിടെ എന്താ പറയുക സ്ഥിരമായിട്ടുള്ളൊരു വേതന ഇല്ല, പണത്തിനോടുള്ള ഒരു ആർത്തി ആളെ പറഞ്ഞാൽ തീരില്ല. ആർത്തിയാണ് ആൾക്ക്, പണത്തിനോട് ഭയങ്കര ആർത്തിയാണ്. ഈ ജനുവരി 4-ാം തീയതി ഈ സുധീർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, ലക്ഷ്മി മുന്നിൽ നിന്ന് പറയൂ എന്ന് പറഞ്ഞു. സുധീറിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് പ്രേംകുമാർ സാർ വന്നിട്ടുള്ളത് അവിടെ. അത് ആ സത്യാവസ്ഥ സാറിന് അറിയില്ല. സുധീർ എന്താണെന്നുള്ളത് ഇപ്പോഴും BLM ചെയർമാൻ അറിയില്ല. അവിടുത്തെ നിരവധി ജീവനക്കാർ ഈ സുധീറിൻ്റെ ഈ എന്താ പറയുക ഒരുമാതിരി നമ്മളെ ആക്ഷേപിച്ച് സംസാരിക്കുന്ന ഒരു ഇതാണ്. ആണിനും പെണ്ണിനും കൂടി ഒരു സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ തരത്തിൽ കൊണ്ടെത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം, ഈ സുധീർ എന്ന് പറയുന്ന വ്യക്തി. അത് മനസ്സിലാക്കിയിട്ട് തന്നെ നിരവധി ജീവനക്കാർ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അന്ന് ഈ ജനുവരി 4-ാം തീയതി തന്നെ നിരവധി ജീവനക്കാർ അവിടെ നിന്ന് പോയിട്ടുണ്ട്. അത് പ്രേംകുമാർ സാറിന് അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാൻ പറ്റും. അത്തരത്തിലൊരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കളക്ഷൻ എടുക്കാൻ പോകുന്ന സമയത്ത്, കാരണം എനിക്ക് അവിടെ ഒരുപാട് ഫണ്ടുകൾ നിക്ഷേപിച്ചിട്ടുള്ള ഒരു വ്യക്തി, ഇപ്പോഴും എൻ്റെ കസ്റ്റമറുടെ, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ ആ കസ്റ്റമറുടെ ഫണ്ട് ഞാൻ അവിടെ നിന്ന് ഇതാക്കും. ഇപ്പോഴും ആ കസ്റ്റമേഴ്സിൻ്റെ ഫണ്ട് അവിടെ ഉണ്ട്. ഞാൻ ആ ഫണ്ടിന് വേണ്ടി നടന്നു പോകുന്ന സമയത്ത് ഈ സുധീർ എൻ്റെ അടുത്ത് കാറ് കൊണ്ടുവന്ന് നിർത്തി അതിൽ കയറാൻ പറയും. നമ്മുടെ മേലുദ്യോഗസ്ഥനാണ്. ഞാനപ്പോൾ പറഞ്ഞു, വേണ്ട സാർ, ഞാൻ നടന്നു പോയിക്കോളാം. പറ്റില്ല ലക്ഷ്മി, കയറിക്കോളൂ, ഞാൻ അവിടെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ആ കയറിയ അടിസ്ഥാനത്തിൽ അദ്ദേഹം വളരെ അപമര്യാദയായിട്ടാണ് എൻ്റെ അടുത്ത് പെരുമാറിയത്. നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. അപമര്യാദയായി പെരുമാറിയതിന് ശേഷം എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 2021-ലാണ് എൻ്റെ ഭർത്താവ് മരിച്ചിട്ടുള്ളത്. അറിയാം ഇന്നത്തെ സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ ജീവിച്ചു പോകേണ്ടത് എന്നുള്ളത്. എനിക്ക് 2 കുട്ടികളാണ്. അപ്പം ഞാൻ ജീവിക്കാനുള്ള എൻ്റെ വീട് വാടക വീടാണ്. നമ്മളത് വളരെ കഷ്ടപ്പെട്ട് 2 മക്കളെയും നോക്കി വാടകയും കൊടുത്ത് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എന്തൊക്കെ തിക്താനുഭവങ്ങൾ ഈ സുധീറിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ആണ് ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. അവിടെ ഞാൻ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ നമുക്ക് ഇത്രയും ഓപ്പണായിട്ട് പറയാൻ നമുക്ക് പറ്റില്ല. എന്നിരുന്നാലും ഈ സുധീർ എന്ന് പറഞ്ഞ വ്യക്തി ഒരുപാട് വനിതാ ജീവനക്കാരുടെ ജീവിതം തന്നെ തകർത്തിട്ടുണ്ട്. അവരുടെ ഭർത്താവിനെ വിളിച്ച് പറയുക, ഈ ഭാര്യ വേറെ യുവാവായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതിലും മറ്റുള്ള തരത്തിലും വിളിച്ച് പറയുക, അവരുടെ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാവുക, അങ്ങനെയൊക്കെ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കണത്, ഈ BLM ചെയർമാൻ എന്തിനാണ് ഈ ആട്ടിൻ തോലിട്ട ഈ സുധീറിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്? അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ അതൊരു കംപ്ലൈൻറ്റും കൊടുത്തിട്ടുണ്ട്. ഈ സുധീർ പറയുന്നുണ്ട് അവിടുത്തെ 3/4 ഭാഗം ജീവനക്കാരെ അവർ കൊണ്ടുപോയി എന്നുള്ളത്. അതിൻ്റെ ഒരു വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ BLM-ൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ പരിതാപകരം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു വേതന ഇല്ല, ഒരു കൃത്യമായിട്ടുള്ള ശമ്പളം ഇല്ല. അവിടെ ഭക്ഷണം ഏർപ്പെടുത്തിയത് മനോജ് കുമാർ സാറാണ് ഈ BLM-ൽ ഏർപ്പെടുത്തിയിരുന്നത്. നമുക്ക് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു വേതനം അവിടെ കിട്ടിയിരുന്നില്ല. അതുപോലെ തന്നെ ഈ എന്താ പറയുക, സുധീർ പറയുന്നത് എന്താ, ഏറ്റവും നമ്മളെയൊക്കെ എന്താ പറയുക താഴ്ത്തി കെട്ടിയിട്ടുള്ള ഒരു സംസാരമാണ്. അത് നമുക്ക് ജാതിക്കായാലും ശരി, എന്തിൻ്റെ പേരിലായാലും നമ്മളൊക്കെ ഇങ്ങനെ ഒരു അമേരിക്കയിലേക്ക് പോയിട്ടുള്ള ഒരു കഥ പറയും എപ്പോഴും. ഞാൻ അമേരിക്കയിലായിരുന്നു എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ബാക്കിയുള്ള ആൾക്കാരെ മുഴുവൻ, നമ്മുടെ ജീവനക്കാരെ മുഴുവൻ, താഴെ തട്ടിലുള്ള ആൾക്കാരെ മുഴുവൻ നമ്മളെ എന്താ പറയുക അടിച്ചാക്ഷേപിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ സുധീറിൻ്റെ. എനിക്ക് ഇപ്പോൾ ഇവിടെ പറയാനുള്ളത്, എൻ്റെ എന്താ പറയുക കേൾക്കുന്ന ജനങ്ങളോടായാലും നമ്മൾ ഈ സുധീറിൻ്റെ ഈ കപടമുഖം, അതായത് ഈ BLM ചെയർമാൻ സാറിനോട് എനിക്ക് അഭ്യർത്ഥനയാണ്, ഈ സുധീറിൻ്റെ കപടമുഖം സാർ തിരിച്ചറിയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറിൻ്റെ അവിടുത്തെ ജീവനക്കാർ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ സുധീറാണ്. പിന്നെ ഈ സുധീർ പറയുന്നുണ്ട് അഭിമുഖത്തിൽ, പൂജാരിയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ കൊട്ടേക്കാട് ഭാഗത്ത് പൂജ ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ അടുത്ത് ഈ സുധീറിൻ്റെ സമീപനം എന്താണ്? അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഒരു നാളികേരം കൊണ്ടുവരാൻ പറയും, അത് ഒരു സ്ത്രീയുടെ അടുത്ത് പുലർച്ചെ വരാൻ പറയും. ഇവിടെയുള്ള അനുഭവങ്ങളാണ്. ഒരുപാട് സ്ത്രീകളുടെ അടുത്ത് ഈ സുധീർ പെരുമാറിയിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. ഈ പൂജയുടെ മറവിൽ നടക്കുന്നത് എന്താ? അവിടെ അമ്പലത്തിലെ പൂജയുടെ മറവിൽ നടക്കുന്നത് അത് അന്വേഷിക്കണം. എനിക്ക് പറയാനുള്ളത്, ആ അഭിമുഖത്തിൽ സുധീർ പറഞ്ഞിട്ടുള്ള എല്ലാ ആരോപണങ്ങളും വ്യാജമാണ്.
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തുറന്നു പറയാനുണ്ട്. പക്ഷേ സുധീറിൻ്റെ ഈ എന്താ പറയുക, ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള സന്ദേശങ്ങൾ BLM ചെയർമാൻ തിരിച്ചറിയണമെന്നും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്നുമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.